السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تترى على خير البنين من مضر من بين رسل الله واسيط الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وابن الندى وهو البدر بتمامه ولنوره استحيا القمر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. സർവാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ബഹുന്യരായ താജുൽ ഉലമ, നൂറുൽ ഉലമ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന്മാരുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് നമ്മുടെ നാടിന്റെ ദീനീ ഖിദ്മകൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുടെ കൂട്ടായ്മയായ റേഞ്ച് കമ്മിറ്റിയും SMAയും മറ്റു പ്രവർത്തകന്മാരുമൊക്കെ സംഘടിതമായി സംഘടിപ്പിച്ച ഒരു വലിയ മഹത്തായ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാന്മാരായ നമ്മുടെ നേതാക്കൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വളരെയധികം പണിപ്പെട്ട് വിശുദ്ധ ദീൻ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഭൂമി ലോകത്ത് വലിയ സ്ഥാനവും ബഹുമാനവും നൽകപ്പെട്ടവരാണ്. റബ്ബിന്റെ മാർഗത്തിൽ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മുൻതൂക്കമുള്ള അമലാണ് ഇൽമ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. നാം എല്ലാവരും നമ്മുടെ സന്താനങ്ങളെ കഴിവിന്റെ പരമാവധി
ദീൻ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തൽ അത്യന്താപേക്ഷിതമാണ്. പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കുന്ന വാർത്തകളും വർത്തമാനങ്ങളും നമ്മെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ദീനീബോധത്തിന്റെ കുറവുകൊണ്ട് അനാവശ്യങ്ങളിലേക്കും ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത വിധം മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും കൂലം കുത്തിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ അവസ്ഥകളാണ് സംജാതമായിരിക്കുന്നത്. സമൂഹത്തെ രക്ഷിക്കാൻ ഏറ്റവും വലിയ മാർഗം ദീനീബോധം നൽകുക എന്നത് മാത്രമാണ്. നാം അനുസ്മരിക്കുന്ന, എപ്പോഴും നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാക്കൾ ദീൻ ആവോളം പഠിച്ച് സമൂഹത്തിന് വേണ്ടി ദീനിനെ സമുദ്ധാരണം നടത്തി അത് കൊണ്ടു നടക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി വലിയ ധൈര്യവും സ്ഥൈര്യവും നൽകി ദീനിന്റെ ഖിദ്മകൾക്ക് അവർ നേതൃത്വം നൽകി നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയി. ആ മഹാന്മാരിവിടെ പഠിപ്പിച്ച അതേ പാന്താവിൽ നിന്ന് അതിൽ അടിയുറച്ചു നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നാം എല്ലാവരും ഉപയോഗപ്പെടുത്തും. ഒരാൾക്ക് ഈ ഭൗതിക ലോകത്ത് എത്ര വലിയ സൗകര്യങ്ങൾ അള്ളാഹു നൽകിയാലും ആ സൗകര്യങ്ങളെ കൊണ്ട് ആത്യന്തികമായി ലക്ഷ്യമാക്കേണ്ടത് പാരത്രിക ലോകമാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹങ്ങളാണ് സന്താനങ്ങൾ. അവര് പരലോകത്ത് ഉപകരിക്കുന്ന നല്ല മക്കളാക്കി വളർത്തിയെടുക്കൽ ബാപ്പമാരുടെ ഉമ്മമാരുടെ ഏറ്റവും വലിയ കർത്തവ്യമാണ്. അത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ആളുകൾ ഏറ്റവും അധികം സങ്കടപ്പെടുന്ന നേരമാണ് മഹ്ശറിലെ ചോദ്യം ചെയ്യുന്ന നേരം. സ്വന്തം മക്കളുടെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ നമ്മോട് ചോദിക്കും. ബാപ്പയും ഉമ്മയും എന്താണ് ഒരു കുട്ടിക്ക് ഏറ്റവും അധികം നൽകേണ്ടത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മാ നഹല വാലിദുൻ അൽ വലദ അഫ്ളല മിൻ അദബിൻ ഹസൻ. ബാപ്പയും ഉമ്മയും കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രൈസ് അദബുൻ ഹസൻ, നല്ല അച്ചടക്കമുള്ള ജീവിതമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞു കാണുന്ന അതാണ്. അറിവിലൂടെയും ആരാധനയിലൂടെയും മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കണം മാതാപിതാക്കൾ. ആ അറിവിലൂടെയും ഇബാദത്തിലൂടെയും വഴി കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം എങ്ങനെയാണ് സ്നേഹം, എങ്ങനെയാണ് ബന്ധം, എങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ ബന്ധം പുലർത്തി ജീവിക്കേണ്ടത് എന്നത് പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം പ്രാക്ടിക്കലായ ജീവിതത്തിലൂടെ മാതാപിതാക്കൾ പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുന്ന സംഗതിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. വഅളും നസീഹത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായ ജീവിതത്തിനാണ് ഏറ്റവും വലിയ സ്വാധീനമുണ്ടാവുക. ചരിത്രത്തിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ആ സ്നേഹത്തിനെ നിർവചിക്കാൻ നമുക്ക് കഴിയില്ല. തുല്യതയില്ലാത്ത വിധം സ്വന്തം ശരീരവും സമ്പത്തും കുടുംബവും മക്കളും നാട്ടുകാരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന സ്നേഹബന്ധമുള്ള കുടുംബജീവിതം. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കുടുംബങ്ങളുണ്ട്, പക്ഷെ അത് പറയാൻ മാത്രമേ ഉള്ളൂ. ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കുടുംബജീവിതത്തിന്റെ ബന്ധത്തിന്റെ മർമ്മം അനുഭവിക്കുന്നവർ വളരെ കുറവാണ്. നല്ല നിലക്ക് കുടുംബബന്ധം പുലർത്തുന്ന ആൾക്ക്
അർശിന്റെ തണൽ നൽകപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വവാസിലുർ റഹിം യുമദ്ദു ലഹു ഫീ അജ്ലിഹി വയുവസ്സഉ ലഹു ഫീ റിസ്ഖിഹി. അർശിന്റെ തണൽ നൽകപ്പെടുന്ന വിഭാഗത്തെ വിശദീകരിച്ച ഒരു ഹദീസിൽ തങ്ങൾ പറഞ്ഞു, കുടുംബബന്ധം പുലർത്തുന്നവന് അർശിന്റെ തണൽ നൽകപ്പെടും. കുടുംബങ്ങളിൽ നിന്ന് വരുന്ന അസ്വാരസ്യങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനുമുള്ള കഴിവാണ് ഏറ്റവും വലിയ ബന്ധത്തിന്റെ കഴിവ്. അതിനാകണം സഹോദരങ്ങളെ, അതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. കുടുംബക്കാരിൽ നിന്ന് അസഹ്യമായ അവസ്ഥകൾ നേരിട്ടെന്ന് വന്നേക്കാം, പക്ഷെ അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഏറ്റവും വലിയ സ്വഭാവം അതാണ്. അബൂ ത്വാലിബും ഖദീജ റളിയല്ലാഹു അൻഹയും രണ്ടുപേരും വഫാത്തായ ശേഷം അകന്ന കുടുംബങ്ങൾ എന്നൊരു ബന്ധം വെച്ചുകൊണ്ടാണ് ത്വായിഫിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയത്. അവിടെയുള്ള റബീഅത്തിന്റെ മക്കൾ തങ്ങളുടെ അകന്ന ബന്ധുക്കളാണ്. പക്ഷേ ബന്ധം എന്ന ഒരു മേൽവിലാസത്തിൽ അവരടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയ ദിവസമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള ദിവസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉഹുദൊന്നും അല്ല തങ്ങൾക്ക് ഏറ്റവും പ്രയാസം, ബദറല്ല, ഖന്തഖല്ല, ഹുനൈനല്ല, ഒന്നുമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ തങ്ങൾ ഉത്തരം പറഞ്ഞതാണ്. ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും വഫാത്തായ ശേഷം എന്റെ കുടുംബക്കാരെ ആശ്രയിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവർ ചെറിയ കുട്ടികളെ കൊണ്ട് ബുദ്ധിയില്ലാത്ത ആളുകളെ വിട്ട് എന്നെ കൂക്കി വിളിക്കുകയും കല്ലേറ് നടത്തുകയും ചെയ്തു. തിരുപാദങ്ങളിൽ നിന്ന് രക്തം മുറ്റി വീണ ആ മണ്ണിൽ നിന്ന് ഒരിക്കലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പ്രാർത്ഥന നടത്തിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് സമ്മതം ചോദിച്ചിട്ട് പോലും സമ്മതം കൊടുക്കാതെ അവരുടെ നേർവഴിക്ക് വേണ്ടി, മാപ്പിന് വേണ്ടിയാണ് തങ്ങൾ ദുആ ചെയ്തത്. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാർത്ഥമായ ബന്ധമുണ്ടാകണം. ആത്മാർത്ഥമായ ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടയാളം വിട്ടുവീഴ്ച മനോഭാവമാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും, നമ്മളാരും മാസൂമുകളല്ല. വാക്കുകളിലും പ്രവർത്തികളിലും വരും, ഇടപാടുകളിലും ഇടപഴകലുകളും ഒരുപാട് അബദ്ധങ്ങൾ വന്നേക്കും. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യാനുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബത്തിന്റെ ഏറ്റവും വലിയ വിശാലത എന്താണ്? അവസാനം വരെ മുറിയാത്ത ബന്ധത്തിന്റെ നിലനിൽപ്പ് എന്താണ്? വിട്ടുവീഴ്ചയാണ്. ഏതെങ്കിലും ഒരാള് വാശി പിടിച്ചാൽ രണ്ടു കൂട്ടരും ആ വാശി മൂത്തു കഴിഞ്ഞാൽ മാസം തികഴുമ്പോഴേക്ക് രണ്ടു ഭാഗത്തേക്ക് കുടുംബ ബന്ധം ചിതറിപ്പോകും. നമ്മൾ നിത്യേന കാണുന്ന കാഴ്ചയല്ലേ? വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവാണ് നമ്മുടെ ബന്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചിലപ്പോൾ സാമ്പത്തിക രംഗത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, കുടുംബപരമായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ഒന്ന് കിട്ടാത്തതിന്റെ പേരിൽ സ്വന്തക്കാരായ ആളുകൾ വഴക്ക് പറഞ്ഞു വരും, മാപ്പാക്കി കൊടുക്കേണ്ടി വരും. കല്ലെറിഞ്ഞിട്ട് തങ്ങൾ ദുആ ചെയ്തില്ലല്ലോ, കൂക്കി വിളിച്ചിട്ട് തങ്ങൾ ദുആ ചെയ്തില്ലല്ലോ. കൂടെയുണ്ടായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയുടെ നടുഭാഗം രക്തമൊലിച്ച് പൊട്ടിപ്പോയി. സെയ്ദ് റളിയല്ലാഹു അൻഹുവോട് തങ്ങൾ പറഞ്ഞു, സെയ്ദേ, നിങ്ങൾ മക്കയിലേക്ക് നീങ്ങണം, എന്നെ കാത്തു നിൽക്കേണ്ട, ആരും കാണാത്ത വഴിയിലൂടെ മക്കയിലേക്ക് പോകണം, ഞാൻ അങ്ങോട്ടെത്താം. കുടുംബക്കാരെ അവരെ മാനിച്ചുകൊണ്ട് അവരിൽ നിന്ന് ചെറിയൊരു ഒത്താശ ലഭിക്കുമെന്ന് കരുതി തങ്ങൾ വന്നപ്പോ പകരം കിട്ടിയത് കൂക്കുവിളിയും കല്ലേറുമാണ്. പക്ഷേ ആ അതരങ്ങളിൽ നിന്ന് വന്ന പ്രാർത്ഥന, അല്ലാഹുമ്മഗ്ഫിർ ലഹും അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. മാപ്പ് നൽകണേ അല്ലാഹ്, അറിവില്ലാത്ത സമൂഹമാണ്, പുറത്തു കൊടുക്കണം. നേർക്ക് നേരെ തങ്ങളൊരു വാക്ക് നഅം എന്നൊരു മൂന്നക്ഷരം പറഞ്ഞാൽ മതി. രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾ ഒന്ന് പൊക്കിയെടുത്താൽ ഇന്ന് ചരിത്രത്തിൽ ത്വായിഫ് എന്ന നാടുണ്ടാവുകയില്ല. സദൂം എന്ന് പറയുന്ന ഏറ്റവും നല്ല സുന്ദരമായ നാടിന്ന് ഭൂമി ലോകത്ത് കാണാനില്ല. സദൂമിനോട് ചേർന്ന് നിൽക്കുന്ന 5 നഗരങ്ങൾ ഫലഭൂയിഷ്ടമായ ഭൂമികയായിരുന്നു.
ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു മറിച്ചിട്ടില്ലേ? സഹോദരങ്ങളെ, അതിനേക്കാളും അല്ലാഹു സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അല്ലാഹുവിന്റെ അടിമയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പർവ്വതങ്ങളെ ചുമതലയുള്ള മലക്കിനെ അയച്ചു കൊടുത്തിട്ട് പോലും തങ്ങളുടെ മറുപടി വേണ്ട. ആ ത്വായിഫിൽ നിന്ന് വളരെ വൈകിയാണ് വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു മെമ്പർ വന്നത്. പിറ്റത്തെ കൊല്ലമോ ഒന്നും ത്വായിഫിൽ നിന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. ആദ്യമായി ത്വായിഫിൽ നിന്നൊരു മുസ്ലിം വരുന്നത് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ത്വായിഫിലെ ആദ്യത്തെ മുസ്ലിമാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിൽ വന്നു, വിശ്വസിച്ചു. തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം അറിയിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ഉർവ, നിന്റെ നാട്ടുകാര് വല്ലാത്ത നാട്ടുകാരാണ്. 18 ദിവസം ഞാനും എന്റെ സ്വഹാബത്തും അവരെ ഉപരോധിച്ചിട്ട് ഒരൊറ്റ കുട്ടിയും ഇറങ്ങി വന്നിട്ടില്ല. ഒരാളും വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അവരെ നല്ലോണം ശ്രദ്ധിക്കണം. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അന അഹബ്ബു ഇലൈഹിം മിൻ അബ്കാരിഹിം, അവരുടെ കുടുംബത്തിലെ കന്യക സ്ത്രീകളെക്കാളും ഞാൻ അവർക്ക് പ്രിയപ്പെട്ട ആളാണ്. എന്തെങ്കിലും ഒരു വിഷയം എന്നോട് തീരുമാനിക്കാതെ അവരാരും നടത്തുകയില്ല. അവരെ കുടുംബത്തിലെ ഒരു കാര്യം നടക്കണമെങ്കിൽ എന്നോട് വന്ന് അന്വേഷിക്കും. അത്രയും പ്രിയങ്കരനാണ് ഞാൻ. എങ്കിലും നിങ്ങൾ പോയിക്കോളൂ, അവരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നാട്ടിലെത്തിയിട്ട് അന്നത്തെ ദിവസം തന്റെ വീടിന്റെ മുകളിൽ കയറിയിട്ട് സുബ്ഹിന്റെ വാങ്ക് വിളിക്കുമ്പോ ഇതേ ത്വായിഫുകാര് അമ്പെയ്ത്ത് നടത്തിയിട്ട് കൊന്നുകളഞ്ഞു. വാങ്ക് പൂർത്തിയാക്കാൻ പോലും അവര് സമ്മതിച്ചില്ല. അത്രയും എതിർപ്പുള്ള കൂട്ടരാണ് സഹോദരങ്ങളെ ത്വായിഫിൽ അന്നുണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മാപ്പ് നൽകിയതിന്റെ പിന്നാമ്പുറത്താണ് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരു മെമ്പറായി കിട്ടിയത്. അതാണ് തങ്ങൾ ആഗ്രഹിച്ചത്. വർഷങ്ങളോളം കാത്തിരുന്നിട്ട് തങ്ങൾക്ക് കിട്ടിയൊരു ആഗ്രഹം, സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ കുടുംബക്കാർക്ക് തങ്ങൾ വലിയ പരിഗണന കൊടുത്തു. ഒന്നും അവരെ ചെയ്തില്ല. സ്വന്തം ബാപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങള്, സഹോദരിമാര്, സ്വന്തം രക്തത്തിന്റെ ഭാഗമായ ജേഷ്ഠാനുജന്മാര്, അതുപോലെ തന്നെ പെങ്ങന്മാര്, അവരുടെയും ഇവരുടെയും ബന്ധത്തിലുള്ള മക്കൾ, നമ്മൾ തമ്മിൽ വലിയ ബന്ധം വേണം. വിട്ടുവീഴ്ച ചെയ്യാൻ സഹോദരങ്ങൾക്ക് വലിയ കഴിവ് വേണം. സ്വാഭാവികമായും എല്ലാവരുടെയും സ്വഭാവവും നിറവും രൂപവും ഒരുപോലെയായിരിക്കില്ല. എന്നാലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ, സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. ആ ഉള്ളിലിരിക്കുന്ന സ്നേഹമില്ലേ, അത് വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പ്രതിഫലിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം കുടുംബക്കാരിൽ നിന്ന് വിഷമതകൾ അനുഭവിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ പകരം തീർക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് ഒരു പ്രാർത്ഥന പോലും നിർവഹിച്ചില്ല. തിരുപാദങ്ങളിൽ നിന്ന് രക്തം മുറ്റി വീണ് വേച്ച് നടന്നു മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിൽ തങ്ങൾ വിശ്രമിച്ചപ്പോ റബിയത്തിന്റെ മക്കൾക്ക് തോന്നി, നമ്മുടെ കുടുംബക്കാരനാണല്ലോ, നമ്മൾ ഈ രൂപത്തിൽ ചെയ്തത് ശരിയായില്ലല്ലോ. ഭൃത്യന്റെ കയ്യിൽ, അദ്ദാസിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ മുന്തിരി അവര് കൊടുത്തയച്ചു. ഇന്നും നിങ്ങൾ ത്വായിഫിൽ പോയി നോക്കൂ, അദ്ദാസിന്റെ പേരിൽ, സ്വഹാബിയായ അദ്ദാസിന്റെ പേരിൽ അവിടെ ഒരു പള്ളി കാണാം, മസ്ജിദ് അദ്ദാസ്. അദ്ദാസ് നേരെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാത്രം കൊടുത്തു. മുന്തിരി എടുത്ത് തങ്ങൾ ഭക്ഷിക്കുമ്പോ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ചൊല്ലിയപ്പോൾ അദ്ദാസിന് വലിയ കൗതുകമായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കേട്ട ശേഷം അദ്ദാസ് തങ്ങളോട് പരിചയം പുതുക്കുകയാണ്. അദ്ദാസിനോട് ചോദിച്ചു, നിന്റെ നാട് ഏതാണ്? അദ്ദാസ് പറഞ്ഞു, ഞാൻ മക്കക്കാരനല്ല, നീനുവ പ്രദേശത്തുള്ള ആളാണ് ഞാന്. അതേ, നീനുവക്കാരനാണോ? എന്റെ സഹോദരനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാടാണല്ലോ നീനുവ. യൂനുസ് നബിയെ തങ്ങൾക്കറിയാമോ നബിയെ? യൂനുസ് നബി എനിക്കറിയാം.
എന്റെ സഹോദരനാണ്, അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബിയാണ്. ആ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരനാണല്ലോ നീ. ഇതുകൂടി പറഞ്ഞപ്പോഴേക്ക് അദ്ദാസിന് ശരിക്ക് ബോധ്യമായി. ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദാസ് അപ്പുറത്തുനിന്ന് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഉടമസ്ഥന്മാര് അവർ കാത്തു കഴിയുന്നുണ്ട്, അദ്ദാസിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാൽപാദം അദ്ദാസ് ചുംബിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലിയ ശേഷം കാൽപാദം ചുംബിക്കുന്നത് അപ്പുറത്ത് വെച്ച് റബിയത്തിന്റെ മക്കൾ കാണുകയാണ്. തിരിച്ചുപോയപ്പോ അദ്ദാസിനോട് അവർ ചോദിച്ചു, നിന്നെ പറഞ്ഞയച്ചത് മുന്തിരി കൊടുക്കാനല്ലേ, എന്തിനാ നീ കാൽപാദം ചുംബിച്ചത്? നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും അത് സത്യദൂതനാണ്, അള്ളാഹുവിന്റെ റസൂലാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനത് വിശ്വസിച്ചു, പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് വേണ്ടത് എന്തും ചെയ്യാം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റൊരു നാട്ടുകാരനായ അദ്ദാസിന്റെ ആ വിശ്വാസം തങ്ങൾക്ക് കുളിരേകി. അന്നങ്ങനെ സഹിച്ചെങ്കിലും, അന്നങ്ങനെ പരിക്ക് പറ്റിയെങ്കിലും ആ പരിക്കുകൾക്കും ആ സഹനങ്ങൾക്കും അല്ലാഹു നൽകുന്ന സന്തോഷം ജനങ്ങളെ മനസ്സിലുള്ള ഈമാനാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, കുടുംബമായി നമ്മൾ ജീവിക്കുമ്പോ അസ്വാരസ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ഒന്നും പുറത്തേക്ക് അറിയിക്കാതെ, പഠനപ്പിളക്കങ്ങൾ ഉണ്ടാക്കാതെ നല്ല രൂപത്തിൽ ബന്ധം പുലർത്തി ജീവിക്കണം. ഒറ്റ ഒന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, പാരത്രിക ലോകത്തെ വിജയം മാത്രം ലക്ഷ്യം വെച്ച് കുടുംബക്കാരുമായി തമ്മിലടിക്കുന്നതും പിണങ്ങുന്നതും വലിയ കുറ്റമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ഗൗരവമായ രീതിയിൽ ഉണർത്തിയതാണ്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ബന്ധം മുറിക്കുന്നതിന് കുഴപ്പമില്ല, അതിന് പ്രശ്നമില്ല. അതൊരു ഹലാലായ രൂപത്തിൽ കണ്ടുകൊണ്ടാണോ ബന്ധവിച്ഛേദനം നടത്തിയത്, ഈമാനിന് തന്നെ പരിക്ക് പറ്റിപ്പോകും. അല്ലാത്ത രൂപത്തിലാണോ, നരകത്തിൽ പ്രവേശിച്ച ശേഷമല്ലാതെ സ്വർഗപ്രവേശനം ലഭിക്കില്ല. ഈ രണ്ട് വ്യാഖ്യാനങ്ങളല്ലേ ആ ഹദീസിന് മഹാന്മാര് നൽകിയിരിക്കുന്നത്. കുടുംബക്കാരുമായി നല്ല സ്നേഹത്തോടെ കഴിയണം. ഭൂമിയിലെ ഏറ്റവും വലിയ ശൈഥില്യത്തിന്റെ കാരണം, ഭൂമിയിലെ ഏറ്റവും വലിയ അനൈക്യത്തിന്റെ കാരണം കുടുംബ കലഹമാണ്. ഭൂമിയിൽ ഏറ്റവും വലിയ കുടുംബ കലഹം നിന്നിരുന്നത് ഔസ് ഖസ്റജ് ഗോത്രക്കാർക്കിടയിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോ നിർവഹിച്ച ഏറ്റവും വലിയ സന്തോഷകരമായ വിപ്ലവം ഔസിനെയും ഖസ്റജിനെയും ഒരുമിപ്പിച്ചു എന്നതാണ്. രണ്ടു കൂട്ടരെയും ഒരുമിപ്പിച്ച് ഒരൊറ്റ പേരിന്റെ കീഴിലാക്കി അവരെ നിലനിർത്തി. അവർക്കാണ് അൽ അൻസാർ, ദീനിന്റെ സഹായികൾ എന്ന പേര് കൊടുത്തത്. ആ ഔസും ഖസ്റജും വർഷങ്ങളോളം പിണങ്ങിയവരുണ്ട്, ആ കൂട്ടത്തിൽ തമ്മിൽ തല്ലിയവരുണ്ട്. അതുകൊണ്ടാണ് അവസാനത്തെ സംഭാഷണത്തിൽ അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച പ്രഭാഷണത്തിൽ ആവർത്തിച്ച് തങ്ങൾ ഉണർത്തിയ ഒരു കാര്യമുണ്ട്, ലാ തർജിഉ ബഅദി കുഫാറാ യദ്രിബു ബഅദുകും ബിഖാബ ബഅദ്. എന്റെ ശേഷം നിങ്ങൾ നന്ദികെട്ടവരായി തീരരുത്, എന്റെ കാലശേഷം നിങ്ങൾ നന്ദികെട്ടവരായി മാറരുത്. യദ്രിബു ബഅദുകും ബിഖാബ ബഅദിൻ, ചിലരുടെ പെരടി വെട്ടുന്നവരായിട്ട് ബന്ധവിച്ഛേദനത്തിന്റെ കാരണം കൊണ്ട്. കുടുംബങ്ങൾ തമ്മിൽ നല്ല ഐക്യത്തോടെ ജീവിക്കണം. ഖുർആൻ ചോദിക്കുന്ന ചോദ്യവും അതല്ലേ, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിന്റെ കാരണമായി അല്ലാഹു മുന്നിൽ വെച്ചത് വതുഖത്തിഉ അർഹാമകും, നിങ്ങളെ ബന്ധങ്ങൾ നിങ്ങൾ മുറിച്ചു കളയുന്നു. ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കണം. വാക്കുകൾക്ക് വിട്ടുവീഴ്ച കൊടുക്കാൻ കഴിയണം, പ്രവർത്തനങ്ങൾക്ക് വിട്ടുവീഴ്ച കൊടുക്കാൻ കഴിയണം. സഹോദരന്മാര് തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടാകണം? ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം
യൂസുഫ് നബി അലൈഹിസ്സലാം വിട്ടുവീഴ്ച ചെയ്തതുപോലെ വിട്ടുവീഴ്ച ചെയ്യണം. അതിനാണ് ഖുർആൻ ആ ഉദാഹരണം പഠിപ്പിക്കുന്നത്. 10 സഹോദരന്മാർ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് റേഷൻ വാങ്ങാൻ വേണ്ടിയാണ്. അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നത്. അവരെ കണ്ടപാടെ യൂസുഫ് നബി അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. യൂസുഫ് നബി അവർക്ക് മനസ്സിലായില്ല. കാരണം 16-ാമത്തെ വയസ്സിൽ സ്വന്തം ഉപ്പാന്റെ അരികിൽ നിന്ന് അടർത്തിയെടുത്ത് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിയപ്പെട്ട ശേഷം സഹോദരങ്ങളെ ധാരണ യൂസുഫൊക്കെ എന്നോ മരണപ്പെട്ടുപോയി. കൊട്ടാരത്തിൽ റേഷൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവരെ മനസ്സിലായി. വഹും ലഹു മുൻകിറൂൻ. അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ സാഹോദര്യ സ്നേഹം എന്ന അർത്ഥത്തിൽ മഹാനവർകൾ നിർവഹിച്ചത് പകവീട്ടലല്ല, വിദ്വേഷം കൊണ്ട് അവരെ ജയിലറയിൽ അടക്കലല്ല. ആദ്യം തന്നെ തന്റെ തൊഴിലാളികളോട് പറയുന്നത് ഇജ്അലൂ ബിളാഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹാ ഇദൻഖലബൂ ഇലാ അഹ്ലിഹിം ലഅല്ലഹും യർജിഊൻ. അവർ കൊണ്ടുവന്ന ദീനാറും ദിർഹമും അവരുടെ പാക്കറ്റുകളിൽ തന്നെ വെക്കണം. നാട്ടിൽ പോയിട്ട് ഇനിയും എന്റെ സഹോദരങ്ങൾ തിരിച്ചു വരട്ടെ, വീണ്ടും എനിക്കവരെ കാണണം. സൗജന്യ റേഷൻ നൽകിയിട്ടല്ലേ സ്നേഹബന്ധം പുലർത്തിയത്. ഒരൊറ്റ കുട്ടിയോടും ഒരു വാക്കും ഒരു അപമര്യാദയും കാണിച്ചില്ലല്ലോ. തന്റെ മൂത്ത സഹോദരങ്ങളാണ് ആ 10 പേര്. സ്വന്തം ബാപ്പയിൽ നിന്ന് ജനിച്ച മക്കള്. ഉമ്മ വേറെയാണെങ്കിലും സഹോദരങ്ങൾ തന്നെയാണ്. പക്ഷേ അവരോടുള്ള സ്നേഹത്തിന്റെ പെരുമാറ്റം സഹോദരങ്ങളെ, അതാണ് വിട്ടുവീഴ്ചയുടെ സ്നേഹം. ഒന്നും പറഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. വരിവരിയായി അവർ വന്ന് നിന്നപ്പോഴേക്കെന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന് മനസ്സിലായി, അല്ലാ, സ്വന്തം ചേട്ടന്മാരാണല്ലോ വന്നു നിൽക്കുന്നത്, അവർക്ക് റേഷൻ കൊടുക്കണം. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു സ്വകാര്യമായിട്ട്, വന്ന് നിൽക്കുന്നത് നമ്മുടെ ആൾക്കാരനെ, പക്ഷെ അവരങ്ങനെ കൊടുക്കാൻ പറ്റിയതൊന്നല്ല, എന്നാലും കൊടുത്തു വിട്ടേക്കും. ഇല്ലല്ല, ഒരാളോടും പറഞ്ഞില്ല. എന്തൊരു സ്നേഹമാണ്! കാശ് വാങ്ങാതെ രാജാവിന്റെ പോക്കറ്റിൽ നിന്ന് ആ 10 പേർക്കുമുള്ള റേഷന്റെ കാശ്. കുടുംബം എന്ന നിലക്കുള്ള ഒരു പരിഗണന, സ്വന്തക്കാരെന്ന നിലക്കുള്ള വലിയ പരിഗണന. 2ാം തവണയും അവര് വന്നു. റേഷൻ വാങ്ങി പോകുമ്പോ ചോദിച്ചു, നിങ്ങളെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും സഹോദരന്മാര് വരാനുണ്ടോ? ഞങ്ങളെ ഉപ്പാക്കുള്ള ഒരു സഹോദരനുണ്ട്, ഞങ്ങളെ ഉമ്മത്തെ സഹോദരനല്ല, ബാപ്പത്തൊരു സഹോദരൻ വീട്ടിലുണ്ട്. ഉപ്പാക്ക് സഹായത്തിന് വേണ്ടി ഉപ്പാന്റെ കൂടെയുണ്ട്. എത്ര ആളുകളാ നിങ്ങൾ? യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, നിങ്ങൾ എത്ര ആളുകളാ? ഞങ്ങൾ 12 ആളുണ്ടായിരുന്നു. ഞങ്ങളെ ഒരു സഹോദരനെ ചെറുപ്പത്തിൽ കാണാതായി പോയി. യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് അവർ മറുപടി പറയുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാം ഒന്നും പ്രതികരിച്ചില്ല, അവരെ വാക്കിലൊന്നും പറഞ്ഞില്ല. എങ്കിലൊരു കാര്യം നിങ്ങൾ ചെയ്യണം, അടുത്ത വരവിന് നിങ്ങൾ കൂടെ വരുമ്പോ ആ സഹോദരനും കൂടി കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾക്ക് 11 ആൾക്കുള്ള റേഷൻ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. ഇപ്പൊ 10 ആൾക്കുള്ളതല്ലേ കിട്ടിയിട്ടുള്ളൂ, 11 ആൾക്കുള്ളത് കിട്ടൂലേ? ഇനി ആ സഹോദരനെ കൊണ്ടുവരാതെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് റേഷൻ തരില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ ഉപ്പാനോട് ചോദിച്ചു നോക്കാം. വീട്ടിലെത്തി കവർ തുറന്ന പാടൻ അവർ ബാപ്പയോട് സന്തോഷം പറഞ്ഞു, നമ്മൾ എങ്ങനെ റേഷൻ വാങ്ങാൻ പോകാതിരിക്കും? നല്ല സ്നേഹമുള്ള രാജാവാണ്. കണ്ടില്ലേ, നമ്മൾ കൊണ്ടുപോയ മുതൽ മുടക്ക്, നമ്മൾ കൊണ്ടുപോയ ചരക്ക്, വസ്തു, പണം തിരിച്ചു തന്നിരിക്കുന്നു നമ്മളിലേക്ക്. അതുകൊണ്ട് സഹോദരനും കൂടി കൊണ്ടുപോകണം. എന്നിട്ട് നസ്ദാദു കൈല ബഈർ, ഒരൊട്ടകത്തിന്റെ മേലെ ചുമക്കാൻ പറ്റുന്ന ഒരുപാട് റേഷൻ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും. ഞങ്ങളോടുകൂടെ സഹോദരനെ വിട്ടയക്കണം. ബാപ്പക്ക് മക്കളോടുള്ള സ്നേഹവും നമ്മൾ പഠിക്കണം. കൂട്ടത്തിൽ വിശദമായി പറയാൻ സമയം നമ്മെ അനുവദിക്കുന്നില്ല. നിങ്ങൾ നോക്കി, യാക്കൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ ഒരു പ്രവർത്തനം ആ മക്കൾ ചെയ്തിട്ടും ആ മക്കളോട് ബാപ്പാന്റെ വിശ്വാസം നോക്ക്. നിങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, മകന്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയാൽ പിന്നെ ഒന്നുകിൽ ആ മകൻ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ബാപ്പ മരിക്കുന്നത് വരെ ഇനി സ്വപ്നത്തിൽ പോലും അവനെ വിശ്വസിക്കൂല എന്ന് പറയും.
ഒരബദ്ധം മകനിൽ നിന്ന് സംഭവിച്ചു. സാമ്പത്തികമായിട്ടാണ് കുട്ടിക്കോളും. ബാപ്പയിൽ നിന്ന് കച്ചവടത്തിനാന്ന് പറഞ്ഞ മകൻ വാങ്ങി 2 ലക്ഷം വാങ്ങി. കച്ചവടം തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ അത് പൊട്ടിപ്പോയി. അപ്പൊ ബാപ്പ പറഞ്ഞു, അവനെന്തോ ഒരു തരികിട അതിൽ കളിച്ചിട്ടുണ്ട്, ഇനി അവനെ വിശ്വസിക്കാൻ കൊള്ളൂല, ഒന്നും കൊടുക്കൂല, ഇനി എന്റെ സ്വത്തിൽ നിന്ന് ഒന്നും കൊടുക്കൂല, വേണമെങ്കിൽ ഞാൻ എഴുതി വെച്ചു പോകും. ഇപ്പത്തുള്ള സ്നേഹത്തിന്റെ രൂപ പറയണത് എഴുതി വെച്ചു പോകും, മരിച്ചാലും ഒന്നും കൊടുക്കരുത്. സഹോദരങ്ങളെ, അവിടെ വിട്ടുവീഴ്ച ചെയ്യണം. ഏത് പേര് മാറ്റിയാലും ഈ മകൻ നിങ്ങളെ മകനെ ആണെന്ന് ആൾക്കാർ പറയൂ. വേറൊരാളേക്ക് മകനെ ചേർത്തി പറയൂല. അവന്റെ സ്വഭാവം നന്നാക്കിയിട്ട് ഉപദേശങ്ങൾ നൽകിയിട്ട് കൂടെ കൂട്ടിയിട്ട് തന്നെ നന്നാക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം ചെറിയ മകനാകുന്ന ബിന്യാമീനെയാണ് ഇവർ ചോദിക്കുന്നത്. ഒരു മകനെ നേരത്തെ ചോദിച്ചു, ഞങ്ങളെ കൂടെ ഒന്ന് കളിക്കാൻ വിടൂ എന്ന് പറഞ്ഞിട്ട് മകനെ വിട്ടു. അന്നത്തെ ദിവസത്തോടുകൂടെ ആ മകനെ കാണൽ അസ്തമിച്ചു. രണ്ടാമത്തെ മകനെയും അവർ ചോദിക്കുമ്പോ ബാപ്പ പറയുന്നത്, ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ തരില്ല, ഒരു വട്ടം നിങ്ങൾ അങ്ങനെ ചെയ്തതാണ് എന്നല്ല. ലൻ ഉർസിലഹു മഅകും ഹത്താ തൂതൂനി മൗസിഖം മിനല്ലാഹ് ലതഅതുന്നനി ബിഹി ഇല്ലാ അൻ യുഹാത ബികും. നിങ്ങളൊക്കെ എന്റെ കൈ പിടിച്ച് എന്നോട് വാക്ക് പറയണം, അപകടങ്ങളോ അപായങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ മകനെ തിരിച്ചേൽപ്പിക്കും. ബാപ്പ മക്കളെ വിശ്വസിക്കുകയാണ്. അതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്നേഹമുണ്ടായാൽ പോരാ, ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന സ്നേഹം വേണം. മക്കളെല്ലാവരും 10 ആളും ബാപ്പയുടെ കൈ പിടിച്ചവര് പറഞ്ഞു, അപകടങ്ങളോ മറ്റോ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോ പിന്നെ സംശയിച്ചോ? ഇല്ല. അല്ലാഹു അലാ മാ നഖൂലു വകീൽ. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ അല്ലാഹുവിനെ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു. രണ്ടാമത് പറഞ്ഞേക്കുമ്പോ ബിന്യാമീൻ എന്ന മകനും കൂടി കൂടെയുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സ്നേഹം നോക്ക് മക്കളെ. ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. ഒറ്റ ഗേറ്റിലൂടെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് കടക്കരുത്. ആരെങ്കിലൊക്കെ കണ്ടാൽ കണ്ണേറ് പറ്റിപ്പോകും. ഇവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല വാപ്പാന്റെ മനസ്സ്. ഇവരൊന്നും മരിച്ചുപോയ സ്വസ്ഥായി ജീവിക്കാന്നല്ല. ഇവര് നന്നാകണം, സ്വാലിഹീങ്ങളാകണം, നല്ല മക്കളാകണം, ദുന്യാവിലും ആഖിറത്തിലും ഫലപ്പെടുന്ന മക്കളാകണം. ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. വ്യത്യസ്ത ഗേറ്റുകളിലൂടെ നിങ്ങൾ കടക്കണം. ഒറ്റ വാതിലിലൂടെ കണ്ടാൽ എല്ലാവരും ഒരേ മുഖഛായമാണ്. ഇതൊക്കെ ഒറ്റ വീട്ടിൽ നിന്നാണ്. എത്ര റേഷനാണ് ഇവര് വാങ്ങിക്കൊണ്ടുപോകുന്നത്? ഏതെങ്കിലും കണ്ണേറിന് ശക്തിയുള്ള ആള് കണ്ണുകൊണ്ട് നോക്കിയിട്ട് നാവ് കൊണ്ട് എറിഞ്ഞാൽ സംഗതി വലിയ അപകടമായി തീരും. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണേറ് പോലും പറ്റരുത്. സ്നേഹത്തോടെ ഉപദേശിച്ച് മക്കളെ വിടുന്നു. സുബ്ഹാനല്ലാഹ്. രണ്ടാമതും റേഷന് വന്നപ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം രണ്ടാമതും റേഷൻ കൊടുത്തു. എങ്ങനെയാ സഹോദരങ്ങളെ കൊടുത്തത്? സൗജന്യ റേഷനാണ്. രണ്ടാമതും കൊടുത്തു. പക്ഷേ ബിന്യാമീനെ സ്വകാര്യമായി വിളിച്ച് സംഭാഷണം നടത്തുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, പേടിക്കണ്ട, ഇന്നി അന അഖൂക ഫലാ തബ്തൈസ് ബിമാ കാനൂ യഅമലൂൻ. ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണ്. ഇവിടെ ഞാൻ രാജാവിന്റെ കസേരയിലാണെങ്കിലും അവരെന്ത് ചെയ്താലും ദുഃഖിക്കരുത്, വിഷമിക്കരുത്. നിന്നെ കൂടെ നിർത്താൻ ഞാൻ ചെറിയൊരു തന്ത്രം പ്രയോഗിക്കും. അതുകൊണ്ട് വിഷമൊന്നും ഉണ്ടാകരുത്. നമുക്ക് ബാപ്പയെയും കുടുംബത്തെയും മൊത്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ബിന്യാമീന്റെ മനസ്സ് വലിയ സമാധാനിച്ചു. ഓ, ബാപ്പയും ഉമ്മയൊത്ത സഹോദരനായ യൂസുഫ് നബിയെ കാണാൻ പറ്റിയല്ലോ. അവർ രണ്ടുപേരും ബാപ്പയും ഉമ്മയും ഒത്തവരാണ്. ബാക്കിയുള്ളവർക്ക് ബാപ്പൊത്ത സഹോദരങ്ങളാ, പക്ഷെ അടുത്ത ബന്ധതല്ലേ. വല്ലാതെ സന്തോഷിച്ചു. യൂസുഫ് നബിയാണ് എന്ന് പറഞ്ഞപ്പോ ആലിംഗനം ചെയ്ത് സന്തോഷം കൊണ്ട് ഒരുപാട് നേരം കരഞ്ഞുപോയി. എത്ര വർഷമായി കണ്ടിട്ട്? 70 ചില്ലാനം വർഷമായി. ഇത്രയും വർഷവും കാണാത്ത സഹോദരനെ കാണാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നല്ലോ. അതുകൊണ്ട് വിഷമൊന്നും കരുതരുത്. ഞാൻ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കും. ആ തന്ത്രം പ്രയോഗിച്ച് ബിന്യാമീനെ കൂടെ, സ്വന്തം സഹോദരനെ കൂടെ നിർത്താനുള്ള വ്യഗ്രതയാണ്, സ്നേഹമാണ്. വന്ന് നേരെ തിരിച്ചു പോയിക്കോട്ടെ എന്നല്ല, കൂടെ നിൽക്കണം.
ഇപ്പോഴൊക്കെ ജ്യേഷ്ഠന്റെ മക്കളൊക്കെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എന്നാ പോകുന്നതായിരിക്കും രണ്ടാമത്തെ ദിവസം ചോദിക്കുന്നത്. അപ്പൊ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും ഇവിടെ നിന്നാലും ഇവർക്ക് ചെലവ് കൂടും, നമുക്ക് വേഗം പോകാം. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അവരെത്ര കണ്ട് ഇവിടെ നിൽക്കുന്നോ അത്രയും നമ്മൾ ചെലവഴിക്കണം. അതൊരു സ്നേഹമാണ്, നമ്മുടെ രക്തബന്ധമാണത്, അന്യരല്ല. സ്വന്തം ജ്യേഷ്ഠനാ വീട്ടിലേക്ക് വന്നത്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അല്ല ഞങ്ങള് നാളെ തന്നെ പോണോ, രാവിലെ തന്നെ പോണോ, ഉച്ചക്ക് പോകണോ, ഒന്നും ചോദിക്കരുത്. അവരെത്രയാണോ അവിടെ നിൽക്കുന്നത് അത്രയും നിൽക്കട്ടെ. അതാണ് സ്നേഹം, അതാണ് സന്തോഷം. ചെലവല്ലേ ഇത് ദുനിയാവിൽ നമ്മൾ ചെലവഴിക്കുമ്പോ അല്ലാഹു ആഖിറത്തിൽ കൂലി തരൂലേ? കുടുംബക്കാർക്കല്ലേ കൊടുക്കുന്നത്? എത്ര മുന്തിയ ഭക്ഷണം കൊടുത്താലും വലിയ കൂലിയല്ലേ കിട്ടുന്നത്? അതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മളെ ഭാഗത്തുനിന്നോ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്നോ യാത്രക്ക് പറ്റിയ എന്തെങ്കിലും സൂചനാവാക്യങ്ങൾ അതുണ്ടാകരുത്. കുട്ടികൾക്കൊക്കെ എന്നാ മദ്രസ ഓർക്കുന്നതെന്ന് പോലും ചോദിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ വായിച്ചെടുക്കും. മദ്രസയും സ്കൂളും ചോദിക്കുന്നത് ഇവിടെ നമ്മൾ നിൽക്കണോടെന്തോ പ്രയാസം ഉണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ചോദിക്കരുത്. ആർക്കാ തിരിയാത്ത? വേഗം തിരിയും. അല്ല ഈ മോന് നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് അർത്ഥം അതാണ്, നിങ്ങൾ രാവിലെ തന്നെ പോണോന്നാ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അവർ കഴിവിന്റെ പരമാവധി നിൽക്കാനാണ് ആഗ്രഹിക്കേണ്ടത്. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പഠിപ്പിച്ച പാഠം. ബിന്യാമീൻ ഇവിടെ തന്നെ നിൽക്കണം. കുറെ കാലായില്ലേ ഒരുമിച്ച് നിന്നിട്ട്. 70 കൊല്ലം മുമ്പ് ഉപ്പാന്റെ അടുത്ത് വലത്തും ഇടത്തുമായിട്ട് നിൽക്കുന്ന മക്കളാ. ഇപ്പോഴാ ഒന്ന് കിട്ടിയത്. അതുകൊണ്ട് ബാപ്പാനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടെ നിൽക്ക്, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് സംസാരിച്ച് നമ്മൾ സമ്പർക്കത്തിലായ സന്തോഷത്തോടെ കഴിയാം. അപ്പോഴൊന്നും യൂസുഫ് നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ല. സ്വന്തം സഹോദരന്റെ കൂടെ സ്നേഹത്തോടെ കഴിഞ്ഞു. ഒരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ച് ബാക്കിയുള്ള സഹോദരങ്ങളെ നാട്ടിലേക്ക് മടക്കി അയച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം. നിങ്ങളെ നാട്ടിലെ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന നിങ്ങളെ ഉപ്പാന്റെ ശിക്ഷ പ്രകാരമുള്ള ശിക്ഷയാണ് ഞാനിവിടെ നടപ്പിലാക്കിയത്. രാജാവിന്റെ അളവ് പാത്രം കാണുന്നില്ല, തെരഞ്ഞു നോക്കുമ്പോ നിങ്ങളെ സഹോദരന്റെ കയ്യിൽ നിന്നല്ലേ കിട്ടിയത്. അപ്പൊ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ബിന്യാമീൻ എന്ന സഹോദരന്റെ കയ്യിൽ നിന്നാ കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ 10 ജ്യേഷ്ഠന്മാരൊരു വാക്ക് പറഞ്ഞു ഒരുമിച്ചെന്ത്? ഈ യസിരിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ. ഇയാള് മോഷണം നടത്തിയോ? ഇയാളെ കൂടപ്പുറപ്പായ ഒരു സഹോദരനുണ്ട്, അയാൾ നേരത്തെ കട്ടുപഠിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇയാൾ കട്ടത്. സൗജന്യ റേഷൻ കൊടുക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം നിർത്തിയിട്ടില്ല. എന്നിട്ടും സ്വന്തം സഹോദരന്മാരെ ഭാഗത്തുനിന്ന് വന്നൊരു ഭാഷ, അതാണ് അള്ളാഹു പറഞ്ഞത് യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സിന്റെ ഉള്ളിൽ സ്വകാര്യമായത് സൂക്ഷിച്ചു. ഒന്നും അവരോട് മറുപടി പറഞ്ഞില്ല. സ്വകാര്യമായി മനസ്സുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു അന്തും ശർറും മക്കാന. നിങ്ങൾ നേരത്തുള്ള സ്വഭാവം ഇനിയും മാറ്റിയിട്ടില്ല. ഞാൻ ബാപ്പാന്റെ അടുത്ത് സ്നേഹത്തോടെ കഴിയുന്നത് അന്നേ നിങ്ങൾക്ക് പറ്റൂല. ഇപ്പോഴും അങ്ങനെ തന്നെ സ്വഭാവമുള്ള, സ്വഭാവത്തിനൊന്നും മാറ്റല്ല. അല്ലാഹു അലം ബിമാ തസിഫൂൻ. അവർ കെഞ്ചി പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെ പിടിച്ചു വെച്ചിട്ട് ബിന്യാമീനെ ഞങ്ങൾക്ക് വിട്ടുതരണം. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങളെ നാട്ടിലെ ശിക്ഷ എന്താ? ആരാണോ കളവെടുത്തത് ആ കളവെടുത്ത വ്യക്തിയെ കുറച്ചു നാൾ ഇവിടെ തടവിലാക്കണം എന്നല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ ശിക്ഷ. ഇവിടുത്തെ ശിക്ഷ അങ്ങനല്ല. ഇവിടുത്തെ ശിക്ഷക്ക് മാറ്റുണ്ട്. എന്തെങ്കിലും പകരം ദൃഹമോ മറ്റോ തന്നു വെച്ച് തിരിച്ചു പോയാൽ മതി. പക്ഷെ നിങ്ങളെ നാട്ടിലെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ നടപ്പിലാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ശിക്ഷ എന്നെ നടപ്പിലാക്കിയതാണ്, എന്നെ എതിർക്കേണ്ടതില്ല. കുറച്ചാൾ തിരിച്ചുപോയി, കുറച്ചാൾ അവിടെ തന്നെ നിന്നു. 3ാമത്തെ പ്രാവശ്യവും റേഷന് വരികയാണ്. സഹോദരങ്ങളെ, 3ാമത്തെ പ്രാവശ്യം റേഷന് വന്ന് റേഷന്റെ പാക്കറ്റുകളൊക്കെ നിറച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ 10 പേരെയും യൂസുഫ് നബി അലൈഹി സ്വലാം ഒന്ന് അടുത്തേക്ക് വിളിച്ചു. പുറം ലോകത്തെ അറിയിക്കാതെ സ്വകാര്യമായി അവരോട് സംഭാഷണം നടത്തുമ്പോ ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വ അഖീഹി ഇദ് അൻതും ജാഹിലൂൻ. വിവരം കുറഞ്ഞ കാലത്ത് നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെയും എന്റെ സഹോദരനെയും പീഡിപ്പിച്ചത്, വിഷമിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ബാപ്പയിൽ നിന്ന് എന്നെ അടർത്തിയെടുത്തിട്ടല്ലേ ബാപ്പാന്റെ സ്നേഹം വാങ്ങാൻ നിങ്ങൾ മുതൽ കൂട്ടാക്കിയത്. അന്നെന്തെല്ലാം ചർച്ചകൾ നിങ്ങൾ നടത്തിയിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോ അവർ ചോദിച്ചു ഇന്നക ലഅന്ത യൂസുഫ്, നിങ്ങളാണോ ആ യൂസുഫ്? അന്ന് ഞങ്ങൾ ബാപ്പയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് കളിക്കാനെന്ന പേരിൽ കൊണ്ടുപോയി കിണറ്റിലേക്ക് ഞങ്ങൾ താഴ്ത്തിയ യൂസുഫ് നിങ്ങളാണോ? അന യൂസുഫ് വഹാദാ അഖീ
ഖദ് മന്നല്ലാഹു അലൈനാ, ഞാൻ യൂസുഫും ഇതെന്റെ സഹോദരൻ ബിന്യാമീനുമാണ്. നിങ്ങളിൽ നിന്ന് ബിന്യാമീനെ തണിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു തന്ത്രം പ്രയോഗിച്ചത്. അതിൽ നിങ്ങൾ വീണുപോയി. കുറച്ചു കാലം ഞങ്ങൾക്ക് ഒറ്റക്ക് കഴിയാൻ വേണ്ടിയായിരുന്നു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അന്നങ്ങനെ ചെയ്തില്ലേ? പക്ഷേ ഞാൻ അന്നാ ചെയ്തത് മുഴുവനും നിങ്ങൾക്ക് വിട്ടുവീഴ്ച തന്നത് കൊണ്ടാണ്. ആദ്യഘട്ടത്തില് നിങ്ങൾ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം വാങ്ങിയപ്പോഴും, നിങ്ങൾ വന്നിട്ട് ഇവിടുന്ന് അരി വാങ്ങിയിട്ട് റേഷൻ വാങ്ങിയിട്ട് തിരിച്ചു പോകുമ്പോഴും നിങ്ങൾ ഒരാളിൽ നിന്നും ഞാൻ പണം ഈടാക്കിയിട്ടില്ല. രണ്ടാമത്തെ തവണ വന്നപ്പോഴും പണം ഈടാക്കിയിട്ടില്ല. മൂന്നാമത്തെ തവണ നിങ്ങൾ വന്നത് ആരും എടുക്കാത്ത നാണയമായിട്ടാണ്. അങ്ങനെ മൂന്നാമത്തെ തവണ വന്നത് വളരെ താഴ്ന്ന, കണ്ടാൽ തന്നെ ആരും എടുക്കാത്ത നാണയത്തുട്ടുകളായിട്ടാണ് വന്നത്. എന്നിട്ടും റേഷൻ തന്നില്ലേ? അതൊറ്റ കാരണം കൊണ്ടാണ്. നിങ്ങളും നമ്മിലും തമ്മിലുള്ള സ്നേഹബന്ധം, രക്തബന്ധം ഒരൊറ്റ കാര്യം കൊണ്ടാണ്. 10 സഹോദരങ്ങളും കരഞ്ഞിട്ട് അവര് പറഞ്ഞു, തല്ലാഹി ലഖദ് ആസറക്കല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. അബദ്ധാണ് ഞങ്ങൾ ചെയ്തതൊക്കെ, പറഞ്ഞതൊക്കെ അബദ്ധാണ്. എത്ര വലിയ സ്ഥാനാണ് അള്ളാഹു നിങ്ങൾക്ക് തന്നത്, എത്ര വലിയ ബഹുമാനമാണ് അള്ളാഹു നിങ്ങൾക്ക് തന്നത്. ഇത്രയും ഒരു ബഹുമാനവും ഉയർച്ചയും എല്ലാ നിലക്കും, അധികാരമുണ്ട്, സമ്പത്തുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. നിങ്ങളോട് എനിക്കൊരു പ്രതികാരവുമില്ല. അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. അവൻ അർഹമുർ റഹീമീനാണ്. തഫ്സീർ നോക്കൂ സഹോദരങ്ങളെ, മുതല്ലിമുകളെ, ഉസ്താദുമാരെ, തഫ്സീറുകളിൽ കാണാം ഈ 10 സഹോദരങ്ങളെയും അള്ളാഹു ഔലിയാക്കളിൽ പെടുത്താനുള്ള കാരണം നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അവര് കാണിച്ച വിട്ടുവീഴ്ചയുടെ സൗന്ദര്യമാണ്. 10 പേരും അള്ളാന്റെ ഔലിയാക്കളിൽ പെട്ട രൂപത്തിൽ അനുഭവിച്ചിട്ടാണ് ബാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം ദുനിയാവെന്ന് വിടവാങ്ങിയത്. അവരോടൊക്കെ മാപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ബാപ്പാന്റെ ഹാലെന്താണ്? ബാപ്പയുടെ അവസ്ഥ ചോദിച്ചപ്പോ ബാപ്പാന്റെ കണ്ണ് നിങ്ങളെ അന്വേഷിച്ച്, നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് കരയാത്തൊരു ദിവസവുമില്ല. കരഞ്ഞ് 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 കണ്ണിന്റെ കറുപ്പ് വെളുപ്പായി മാറിയിട്ടുണ്ട്. വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കദീം. എന്നും പറയും, എന്റെ യൂസുഫ് കൂടെ ഇല്ലല്ലോ, ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ഭക്ഷണം കഴിക്കാറുള്ളത്, ഒരുമിച്ചാണല്ലോ പുറത്തേക്ക് നടക്കാറുള്ളത്. നിങ്ങൾ ആലോചിച്ച് കരയാത്തൊരു ദിവസവുമില്ല, ഞങ്ങളോട് അന്വേഷിക്കാൻ പറയാത്തൊരു നേരവുമില്ല. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ബാപ്പാനെയും കുടുംബത്തെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഒരാളെ ചെലവിലാണ് ഇനി ആ കുടുംബം മൊത്തം നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മള്. എത്ര പേരുണ്ട് അവര്? തഫ്സീറുകൾ കാണാം 75 അംഗങ്ങളുണ്ട്. ഈ 10 പേരും അവരെ ഭാര്യമാരും അവരെ മക്കളും, കുറച്ചാളൊന്നല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ബാപ്പാനെ മാത്രം കൊണ്ടുവന്നാ പോരാ, നിങ്ങൾ മൊത്തം വരൂ, നമുക്ക് ഇവിടെ താമസിക്കാം. ശേഷം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം വിട്ടുവീഴ്ച ചെയ്ത ഈ മക്കൾ, യൂസുഫ് നബി അലൈഹിസ്സലാം വിട്ടുവീഴ്ച ചെയ്ത സഹോദരങ്ങൾ, ഇവർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളിൽ പെട്ടു. 25 കൊല്ലം ആ മക്കളെ കൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാം ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ നല്ല രൂപത്തിൽ കണ്ട്, സ്വാലിഹീങ്ങളായ നിലക്ക് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന രൂപം കണ്ട് കൺകുളിർമയാർന്ന രീതിയിലാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം വഫാത്താകുന്നത്. ചെറിയ നിലക്കല്ല. ഞാൻ രക്ഷിതാക്കളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് ഒരു സൂചന നിലക്ക് നൽകിയതാണ്. വിട്ടുവീഴ്ചയാണ് ഏറ്റവും വലിയ സ്നേഹം. പുറത്തു കൊടുക്കാൻ കഴിയണം. 2, 3, 4, 5 വർഷങ്ങളായിട്ട് സ്വന്തം ഭാര്യയോട് മിണ്ടാത്ത, ഒരു കലാമ് പറയാത്ത ഭർത്താക്കന്മാരുണ്ട്. നിസ്കാരം റെഡിയാണ്, ദീനി ഖിദ്മത്തൊക്കെ ഉഷാറാണ്. അവരുടെ സ്ഥാനമാനങ്ങളോ കേട്ടാൽ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു പോകും, പിന്നെ തവ്വലല്ലാഹു ഉംറഹു. പക്ഷേ അകക്കടമ്പിലേക്ക് പോയാൽ നേരെ തിരിച്ചാണ് വേർക്കാൻ തോന്നുന്നത്. വിട്ടുവീഴ്ച ചെയ്യണം സഹോദരങ്ങളെ.
സ്വന്തം ഇണകൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ബാപ്പൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ, ഉമ്മൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ പിണങ്ങരുത്, തെറ്റരുത്. നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്, നമ്മോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയാണ്. ഗൗരവമായിട്ടൊരു കാര്യം പറഞ്ഞത് സ്നേഹം കൊണ്ടാണ്. നമ്മളെ അടിച്ച് ഒരു ഭാഗത്തേക്ക് കുഴിച്ചിടണം എന്ന നിലക്കല്ല, നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടിയാണ്. പിണങ്ങരുത്. പ്രായം കൂടുതലായി സ്വന്തം ഇണയോട് ഇനി പിണങ്ങിയിട്ട് ഭാര്യയ്ക്ക് ഏതായാലും ആരോഗ്യമില്ലല്ലോ, ഇനി അങ്ങനെയൊക്കെ മതി എന്നുള്ള നിലക്ക് സ്വന്തം കാര്യം മുന്നോട്ട് നീക്കിയിട്ട് സംസാരിക്കാതെ പോകരുത്. മക്കളിൽ നിന്ന് ആ ബാധ്യതകൾ വന്നാൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരെ കൂടെ കൂട്ടണം. സ്വന്തം സഹോദരന്മാരോട് പിണങ്ങിക്കഴിയരുത്, സഹോദരിമാരോട് പിണങ്ങിക്കഴിയരുത്. ഏറ്റവും വലിയ നിന്റെ കുടുംബം എന്ന് പറയുന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും രക്തബന്ധങ്ങളാണ്. ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും നിലനിൽക്കുന്ന കടപ്പാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞില്ലേ, ബാപ്പയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ, ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ, വഫാത്തായി പോയ ബാപ്പാക്കും വഫാത്തായ ഉമ്മാക്കും നിറവേറ്റുന്ന സ്നേഹബന്ധമാണ്. ഇവരെത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അവനോട് സ്നേഹത്തോടൊരു പരിഗണന വേണം. ഇന്ന മിൻ അബറിൽ ബിർരി അയ്യസിലർ റജുലു വുദ്ദ അബീ. സ്വന്തം ബാപ്പാന്റെ സ്നേഹിതന്മാരോട് നല്ല ബന്ധം പുലർത്തുന്നതും ബാപ്പാനോട് ചെയ്യുന്ന നന്മയിൽ ഗുണത്തിൽപ്പെട്ടതാണ്. അദ്ദേഹം ബാപ്പാന്റെ കൂടെ ജോലി ചെയ്ത ആളാണ്, ബാപ്പാന്റെ കൂടെ പഠിച്ച ആളാണ്, ബാപ്പയോടൊപ്പം എല്ലാ രംഗങ്ങളിലും ഖിദ്മത്തിനുണ്ടായിരുന്ന ആളാണ്. ഒരുമിച്ചാണ് അവര് ജീവിതത്തിൽ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത്, ദുനിയാവിൽ അധ്വാനിച്ചത്. ആ ഒരു സ്നേഹബന്ധം പുലർത്തുന്നത് പോലും സ്വന്തം ബാപ്പയോട് നമ്മൾ ചെയ്യുന്ന കടപ്പാടുകളിൽ പെട്ടതാണ്. ബാപ്പ വഫാത്തായ ശേഷം ഉമ്മയുടെ കൂട്ടുകാരികൾ ഉണ്ടാകും, അവരോട് സ്നേഹബന്ധം പുലർത്തുന്നതും ആ നിലക്കാണ്. നിങ്ങൾ കണ്ടില്ലേ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഏറ്റവും നന്നായി പരിഗണിച്ചിരുന്ന മഹദിയാണ് ഹാല ബീവി, ഖദീജ ബീവിയുടെ സഹോദരി. ആ സഹോദരി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, എന്റെ ഖദീജയുടെ അതേ നടത്തമാണ്. ഹാല ബീവി വരുമ്പോഴേക്ക് എന്റെ ഖദീജയെ എനിക്ക് ഓർമ്മ വന്നു. ആ നടത്തം, ആ സംസാരം എന്റെ ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെയുണ്ട്. ആ ഹാല ബീവിയോടാണ് പിന്നെ തങ്ങൾ സ്നേഹബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നത്. ഖദീജ ബീവിയുടെ സഹോദരി എന്ന അർത്ഥത്തിൽ. സത്യത്തിൽ സഹോദരങ്ങളെ, അടുത്ത ബന്ധമല്ലെങ്കിലും ഒരു ചെറിയ ബന്ധം അവിടെയുണ്ട്. സ്വന്തം ഭാര്യയുടെ സഹോദരി എന്ന അർത്ഥത്തിലുള്ള ഒരു ബന്ധമാണ്. അടുത്ത ബന്ധമൊന്നുമല്ല, അനന്തരാവകാശം കിട്ടുന്ന ബന്ധമല്ല. പിന്നെയോ അകന്ന ബന്ധമാണെങ്കിൽ ഒരു ബന്ധമാണല്ലോ അത്. ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കണം. അത് സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഖുർആനിൽ വിശേഷിപ്പിച്ച അടയാളമാണ്. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ. ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ആൾക്ക് ദീർഘായുസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തത്. എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണല്ലോ. കുറെ കാലം ജീവിക്കണം, നന്മ ചെയ്തിട്ട് ആഗ്രഹിക്കാത്ത ആരുമില്ല. അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് വിട്ടുവീഴ്ച ചെയ്ത്, സഹായങ്ങൾ ചെയ്ത്, ഇങ്ങോട്ട് ചോദിക്കാതെ കണ്ടറിഞ്ഞ് സഹായിച്ച് സ്വന്തം കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു അസ്വാരസ്യം പോലും ഇല്ലാത്ത നിലക്ക് സ്നേഹബന്ധം പുലർത്തണം. അവിടെ നമ്മൾ ചിലപ്പോൾ താഴ്ന്നു കൊടുക്കേണ്ടി വരും. താഴ്ന്നു കൊടുക്കലാണ് അവിടുത്തെ ബുദ്ധി. കാരണം നമ്മളോട് എതിർക്കുന്ന ആൾക്കൊരു പക്ഷേ എന്താണ് കാര്യം, എതിർക്കേണ്ട കാര്യമാണോ അല്ലേ ഒന്നും തിരിഞ്ഞിട്ടുണ്ടാകൂല, കുറച്ച് കഴിഞ്ഞിട്ടേ തിരിയുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ അതിനനുസരിച്ച് വാശി പിടിച്ചു നിന്നാൽ പിന്നെ അവിടെ ഊക്കുകൂടും, ബന്ധം മുറിഞ്ഞു പോകാൻ പാടില്ല, ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ല. ചേർക്കപ്പെട്ട രീതിയിൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകണം. ബാപ്പ ഒരു ഭാഗത്ത്, ഉമ്മ ഒരു ഭാഗത്ത്, മക്കൾ മൂന്നാമത്തെ ഒരു ഭാഗത്ത്, അങ്ങനെ കഴിയുന്ന കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു. ബാപ്പാന്റെ കൂടെയും മക്കൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഉമ്മാന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല. കാരണം രണ്ടുപേരും രണ്ട് പക്ഷത്താണ്. ഈ കുട്ടികളുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാകും? എത്രമാത്രം വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നല്ല സ്നേഹബന്ധം പുലർത്തി ജീവിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. സ്വന്തം കുടുംബക്കാരിൽ നിന്നായിരിക്കും ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ട് നേരിടുക. ലോകത്തെ ഏറ്റവും വലിയ വലിയല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. സിദ്ദീഖ് തങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം വന്നൊരു നേരമാണ്
വലിയ സങ്കടം വന്നു, കരഞ്ഞുപോയി. 40 ദിവസമല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സങ്കടം സഹിച്ചത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി സിദ്ദീഖ് റളിയല്ലാഹു അൻഹ മകൾ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി മുനാഫിഖുകൾ ഉണ്ടാക്കിയ ഒരു അപവാദം, ആ അപവാദ പ്രചരണത്തിൽ സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാസ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. അങ്ങനെ മാത്രം പറഞ്ഞാ പോരാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഉമ്മാന്റെ സഹോദരിയുടെയും ഈ മകന്റെയും ചെലവൊക്കെ വഹിക്കുന്നത്. വീട്ടിലാണ് അവർ ജീവിക്കുന്നത്, സ്വന്തം വീട് പോലും അവർക്കില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്, ചെലവൊക്കെ വഹിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സങ്കടത്തിന്റെ ആഴം മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹുവും ഈ കൂട്ടത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളായി എന്ന് പറയുമ്പോഴുള്ള സങ്കടം എത്ര ഉണ്ടാകും? ആ സങ്കടത്തിന്റെ ഊക്കുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളും ഉമ്മയും കൂടി വീട്ടിൽ നിന്ന് പോകണം. നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ ചെലവിൽ നിന്നിട്ട് ഞാൻ ഇത്രയും സ്നേഹത്തോടെ നിങ്ങളെ പോറ്റി നോക്കിയിട്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി മുനാഫിഖുകൾ പറഞ്ഞതിൽ നിങ്ങളും ഒന്ന് ഓർത്ത് ചിരിച്ചല്ലോ. അവർ സംസാരിച്ചിട്ടില്ല, കേട്ടപ്പോ ഒന്ന് ചിരിച്ചതാ. പക്ഷേ ചിരിച്ചതിനുള്ള ശിക്ഷാ നടപടി എവിടെയാണ് സഹോദരിമാർ? ഇവിടെ ഉണ്ടല്ലേ, ഞാൻ അങ്ങോട്ട് കാണുന്നില്ല. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ആണുങ്ങളൊക്കെ നല്ല സംഭാവന തങ്ങളെ കയ്യിൽ ലാസ്റ്റ് കൊടുന്നു കൊടുക്കണം. എല്ലാവർക്കും മനസ്സിലാവും, സംഭാവന കൊടുത്തിട്ട് എല്ലാവരും പോകാവൂ. ഇനി അതിന്റെ മുമ്പ് തിരക്കിട്ട് പോകുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള സംഭാവന ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു പോയാൽ മതി, ചെറുതാകരുതെന്ന് മാത്രം. ഈ പരിപാടിക്കുള്ള ചെലവും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഉസ്താദന്മാരും സംഘടിപ്പിച്ചു, നാട്ടിലെ ആളുകളൊക്കെ സംഘടിപ്പിച്ചത് കടബാധ്യതയാക്കാൻ പാടില്ല. ഒരു ദിവസത്തെ പരിപാടിയാണെങ്കിൽ ഇനിയൊന്ന് സംഘടിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ദിവസം കൂടുതലായിട്ട് സംഘടിപ്പിക്കാൻ കാശ് മിച്ചം വന്നാൽ പ്രചോദനം ഉണ്ടാവും. നല്ല കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. നേരത്തെ സഹായിച്ചവർ പലരും ഉണ്ട്. ഇവിടെ ഒരുപാട് ഉപഹാരങ്ങൾ കൊടുത്തു. നല്ല പഠിച്ച് വളർന്ന കുട്ടികൾക്ക്, അവരെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് ഒക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന് വ്യത്യസ്ത ആളുകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. തങ്ങളിപ്പോ ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കും. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലെ സങ്കടം, മുനാഫിഖുകൾ തൊടുത്തുവിട്ട ആ ആശയത്തിൽ സ്വന്തം വീട്ടിൽ കഴിയുന്ന ഉമ്മാന്റെ സഹോദരിയുടെ പുത്രൻ കുടുങ്ങിയല്ലോ. അവരത് പറഞ്ഞപ്പോ ചിരിച്ചുപോയി. ചിരിച്ചാലും പ്രശ്ന, നമ്മൾ മനസ്സിലാക്കും ചിരിയൊന്നൊരു പ്രശ്നമല്ല. അതുകൊണ്ടല്ല വലിയ വിഷയത്തെ പറ്റി അല്ലാഹു തആല വിശദീകരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് നോക്ക് നിങ്ങൾ. ഇമാം നബി റളിയല്ലാഹു അൻഹു ഗീബത്തിനെ പറ്റിയും നമീമത്തിനെ പറ്റിയും ഫിത്നയും ഫസാദ് ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഈ ആയത്താണ് ഉദ്ധരിച്ചത്. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അളീം. നിങ്ങളത് നിസ്സാരമായി കാണുന്നു, പക്ഷേ അള്ളാഹുവിന്റെ പക്കൽ അത് നിസ്സാരമല്ല, അളീമുൻ, വലിയ സംഭവമാണ്, വലിയ സംഗതിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ഒരു ചെറിയ കാര്യമായി കണ്ടിട്ടല്ലേ ഗീബത്ത് പറയുന്നത്, നമീമത്ത് പറയുന്നത്. അത് സാധാരണ ആളുകൾക്കിടയിൽ ഉള്ളൊരു സംഗതിയായിട്ടല്ലേ കണ്ടത്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു ചെറുതല്ല. വഹുവ ഇൻദല്ലാഹി അളീം. അള്ളാഹുവിന്റെ അടുക്കൽ അത് ഭയങ്കരമാണ്. സഹോദരങ്ങളെ, ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത് ആ വിഷയത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ 40 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ വഹി വന്നത്. വഹി വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയും വിശുദ്ധ വനിതയുമാണെന്ന് അള്ളാഹുവാണ് പ്രഖ്യാപിച്ചത്. ജനങ്ങൾ ആരെങ്കിലും ഏറ്റുപറഞ്ഞതല്ല, അള്ളാഹു വഹി ഇറക്കിയിട്ടാണ് വിഷയം പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് പോകാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിക്കോളൂ, നിങ്ങൾക്കിനി ചെലവ് തരാൻ പറ്റൂല. സ്വന്തം വീട്ടില് സൗജന്യ ചെലവില് താമസിച്ചിട്ടും എന്റെ മകൾ എന്നതിലപ്പുറം അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നിയല്ലേ എന്നിട്ട് പറഞ്ഞൊരാരോപണത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയല്ലോ. രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. സിദ്ദീഖ് തങ്ങളെ വിളിച്ചിട്ട് ആയത്ത് നബി തങ്ങൾ ഓതി കൊടുക്കുന്നു. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. വലിയ
വലിയ മഹത്വമുള്ള ആളുകൾ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കുടുംബക്കാരാണെന്നതിന്റെ പുറം അവർ ദീനിന്റെ ഖാദിമീങ്ങളാണ്, വലിയ വലിയ സ്ഥാനമാനങ്ങളുള്ളവരാണ്. പല മേഖലയിലും അവർ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും വൈസ് പ്രസിഡന്റും ഒക്കെയാണ്. പക്ഷേ അത്രയും മഹത്വമുള്ള ആളുകൾ സത്യം ചെയ്തു പോകരുത്. ജീവിക്കാനുള്ള സ്രോതസ്സും വിശാലതയുമുള്ള ആളുകൾ സത്യം ചെയ്യരുത്. ഇനി കുടുംബക്കാർക്ക് കൊടുക്കൂല, വൽ മസാകീന മിസ്കീന്മാർക്ക് കൊടുക്കൂല, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ വന്നവർക്ക് കൊടുക്കൂല. ഈ മൂന്ന് വിശേഷണങ്ങളും ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. കുടുംബക്കാരനാണ്, മിസ്കീനാണ്, മുഹാജിറാണ്. കൊടുക്കൂല എന്ന് സത്യം ചെയ്യരുത്. സിദ്ദീഖ് തങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ, ഉലുൽ ഫളിലി, ഒരുപാട് മഹത്വങ്ങളുള്ള ആളുകൾ. സിദ്ദീഖ് തങ്ങളെ മഹത്വം ഈ ആയത്ത് വിശദീകരിച്ചപ്പോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഒരൊറ്റ ആയത്തിൽ നിന്ന് സിദ്ദീഖ് തങ്ങളെ പറ്റി 18 മഹത്വം മനസ്സിലാക്കാനുണ്ട്, ഒന്നും രണ്ടുമല്ല. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയം പരിമിതമാണ്. ഒരുപാട് മഹത്വങ്ങൾ വേറിട്ട രീതിയിലല്ലേ സിദ്ദീഖ് തങ്ങൾക്കുള്ളത്. ലോകത്ത് പലർക്കുമില്ലാത്ത മഹത്വങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ മഹത്വമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് വേണ്ടി കാത്തു കഴിഞ്ഞപ്പോ കൂടെ തങ്ങൾ കൂട്ടിയിട്ട് സമ്മതം കൊടുത്ത ഒരേ ഒരു വ്യക്തിത്വം, അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അവര് ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ ശത്രുക്കളുടെ കാല് കണ്ട് പേടിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളോട് കാര്യം പറഞ്ഞപ്പോ, മാ ലന്നുക യാ അബൂബക്കർ ബിസിനൈനില്ലാഹു സാലിസുഹുമാ, അബൂബക്കർ തങ്ങളെ നിങ്ങളുടെ ധാരണ എന്താണ്? രണ്ടാളുകളെ പറ്റി നിങ്ങളുടെ ധാരണ എന്താണ്? ആ രണ്ടാളുകളെ സഹായിക്കാൻ അല്ലാഹുവല്ലേ ഉള്ളത്. നമ്മെ രണ്ടാളെയും സഹായിക്കാൻ പടച്ച റബ്ബുണ്ട്. അല്ലാഹു നമ്മുടെ ഒപ്പമുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഒരാളും താഴോട്ട് നോക്കിയാൽ നമ്മെ കാണൂല. സഹോദരങ്ങളെ, മുകളിൽ കെട്ടി നിൽക്കുന്ന ചിലന്തി വലക്കുള്ളിൽ താഴോട്ട് നോക്കുമ്പോഴും താഴ്ഭാഗത്തുള്ളവര് മേലെയുള്ളവരെ കാണുന്നുണ്ട്, സംസാരം കേൾക്കുന്നുണ്ട്. പക്ഷേ താഴോട്ട് അവര് കാണുന്നില്ലല്ലോ. അവരെ കണ്ണിന് അല്ലാഹു അന്ധത നൽകി. അവരെ ഖൽബിന്റെ ശ്രദ്ധയും പ്ലാനിങ്ങും അല്ലാഹു മാറ്റിത്തിരിച്ചു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ള ബഹുമാനങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്തിലുള്ളപ്പോ ഹജ്ജിന് അമീറായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചത് ഒരേ ഒരു വ്യക്തിയെയാണ്. അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. തങ്ങളെ ഹയാത്ത് കാലത്ത് തന്നെ 13 ജമാഅത്തിന് മദീന പള്ളിയിൽ നേതൃത്വം നൽകിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എണ്ണിയാൽ ഒതുങ്ങാത്ത മഹത്വങ്ങളുണ്ട്. ഇത്രയും മഹത്വമുള്ള ആളുകൾ കുടുംബക്കാരിൽ നിന്നൊരു വിഷയം സംഭവിച്ചിട്ട് ഇനിയൊന്നും സഹകരിക്കൂല, ഇനി ചെലവ് കൊടുക്കൂല, ഇനി അവരെ പാർപ്പിക്കൂല എന്ന് സത്യം ചെയ്തേക്കരുത്. എന്താണ് അവർ ചെയ്യേണ്ടത്? വല്യഅഫൂ വല്ലസ്ഫഹൂ, വിട്ടുവീഴ്ച ചെയ്യട്ടെ. വല്ലസ്ഫഹൂ, വിട്ടുവീഴ്ച ചെയ്തിട്ട് താൽക്കാലികമാകരുത്, എന്നേക്കും മനസ്സിൽ നിന്ന് ആ കറ മാറ്റിക്കളയണം. അതിനാണ് വല്ലസ്ഫഹൂ എന്നും കൂടി പറഞ്ഞത്. വല്ലഅഫൂ, വിട്ടുവീഴ്ച ചെയ്യട്ടെ. വല്ലസ്ഫഹൂ, മനസ്സിൽ നിന്ന് ആ ചിത്രം എടുത്തു മാറ്റിക്കളയട്ടെ. പിന്നെ അല്ലാഹുവിന്റെ ഒരു ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ആ ആയത്തിന്റെ ഭാഗം കേട്ടപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലാഹുവിന്റെ മാപ്പ് എനിക്ക് വേണം. ഓടിപ്പോയി തിരിച്ചു പോകുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെയും ഉമ്മാനെയും കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി ഒരു കാലത്തും നിങ്ങളെ ഞാൻ പറഞ്ഞേക്കൂല, നിങ്ങളെ ചെലവ് ഞാൻ മുടക്കൂല. നേരത്തെ തന്നതിനേക്കാളും കൂടുതൽ ചെലവ് നിങ്ങൾക്ക് ഞാൻ വെച്ചു തരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ പോകാൻ പാടില്ല.
പിണക്കുള്ള ആൾക്കാരെ മസ്ലഹത്താക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാര് 1 വർഷം മസ്ലഹത്ത് പറഞ്ഞ് നടക്കാത്തില്ലേ? 2 വർഷം പറഞ്ഞ് 10 വർഷം പറഞ്ഞിട്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല മസ്ലഹത്ത് തോന്നിപ്പിക്കട്ടെ. ഐക്യത്തോടെ കഴിയണം, വിട്ടുവീഴ്ച ചെയ്തിട്ട് ജീവിക്കണം. അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറത്തിന് വേണ്ടി അധ്വാനിച്ച് നല്ല നിലക്ക് കുടുംബ ബന്ധങ്ങളൊക്കെ പുലർത്തിയിട്ട് അവസാനം വിടവാങ്ങുന്ന സമയത്ത് ഈമാനോടുകൂടെ വിടവാങ്ങാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നിനക്ക് തന്നതിൽ മുഴുവനത്തിലും പരലോകം ലക്ഷ്യമാക്കണം. എന്തൊക്കെ അള്ളാഹു തന്നു? സമ്പത്ത് തന്നു, ആരോഗ്യം തന്നു, സമയം തന്നു, തൊഴിൽ തന്നു, വീട് തന്നു, കുടുംബം തന്നു, പലതും തന്നില്ലേ? ആ തന്നതിൽ മുഴുവനും ലക്ഷ്യം ഒന്നാണ്, അദ്ദാറൽ ആഖിറ. ഒന്നിലും ലക്ഷ്യം ദുനിയാവിന്റെ സുഖമാകരുത്. വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് തന്നതിൽ മുഴുവനും നീ പരലോകം ലക്ഷ്യമാക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയാ. ദുനിയാവിൽ നിന്ന് നിനക്ക് നിന്റേതായി നൽകപ്പെടുന്നൊരു വിഹിതമുണ്ട്. ആ വിഹിതം നീ മറന്നുപോകണ്ട. ദുനിയാവിൽ നിന്ന് നിനക്കായി തരുന്ന വിഹിതം എന്താണ്? അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അള്ളാഹു ഈ പറഞ്ഞതിന്റെ താല്പര്യം 2-3 തുണിക്കഷ്ണങ്ങളാണ്. അവസാനം നിന്റെ ശരീരത്തോട് ചേർത്തി വെക്കുന്ന കഫൻ തുണിയില്ലേ, ആ കഫംപുടയാണ് ദുനിയാവിൽ നിന്ന് നിനക്ക് കിട്ടുന്നൊരു വിഹിതം. അത് നീ മറക്കണ്ട. എത്ര വലിയ സമ്പന്നനെയും സഹോദരങ്ങളെ, വീട്ടിൽ കിടക്കുന്നത് 1 ലക്ഷത്തിന്റെ കട്ടിലാണെങ്കിലും കൊണ്ടുപോയി കിടത്തിയത് മണ്ണറയിലല്ലേ, സാധാരണ കഫംപുടയിലല്ലേ. വലാ തൻസ നസീബക മിനദ് ദുനിയാ. ദുനിയാവിൽ നിന്ന് നിനക്ക് കിട്ടാനുള്ള വിഹിതം മറന്നുപോകണ്ട. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു നിനക്ക് ഗുണം ചെയ്തതിനു വേണ്ടി മറ്റുള്ളവർക്ക് ആ ഗുണം നീ വിട്ടുകൊടുക്കണം. മറ്റുള്ളവരിലേക്ക് നിന്റെ ഗുണം ഇറങ്ങണം. നിന്റെ കുടുംബങ്ങളിലേക്ക് നിന്റെ ഗുണം വേണം. നിന്റെ സമൂഹത്തിലെ നിന്റെ അയൽപക്കത്തെ പാവങ്ങളെ നീ സേവിക്കണം. ഒന്നും അവര് ചോദിച്ചിട്ടില്ലെങ്കിലും കണ്ടറിഞ്ഞു കൊടുക്കണം. അതുപോലെ നിന്റെ കുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാര്, മുഅല്ലിമുകൾ, അവരെ കൂട്ടത്തിൽ പാവങ്ങളുണ്ട്, വീടില്ലാത്തവരുണ്ട്, കടബാധ്യതയുള്ളവരുണ്ട്. ആരോടും ഒന്നും പറയാതെ ക്ലേശങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്ത് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന പാവങ്ങളായ ഉസ്താദുമാരുണ്ട്. നിനക്കെപ്പോഴെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് കൊണ്ട് ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദിനെ നീ ഗുണം ചെയ്തോ. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹ് നിനക്ക് ഗുണം ചെയ്തതുപോലെ, നന്മ ചെയ്തതുപോലെ മറ്റുള്ളവർക്കും നീ ഗുണം ചെയ്യണം. എന്നെ പോലെ എന്റെ അനുജനും നല്ല നിലക്ക് ജീവിക്കണം. എന്നെ പോലെ എന്റെ കൂട്ടുകാരനും നല്ല നിലക്ക് ജീവിക്കണം. എന്നെ പോലെ എന്റെ നാട്ടിലെ ഉസ്താദും നല്ല നിലക്ക് ജീവിക്കണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി. അല്ലാഹു തന്ന സൗകര്യങ്ങളെ കൊണ്ട് ഭൂമിയിൽ ഒരു കുഴപ്പവും നീ ഉണ്ടാക്കരുത്. അതിനല്ല അല്ലാഹു സമ്പത്ത് തന്നത്, അതിനല്ല അല്ലാഹു ആരോഗ്യം തന്നത്, അതിനല്ല അല്ലാഹു സ്വാധീനം തന്നത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. മരിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ ദുനിയാവിൽ ചെയ്തിട്ട് മനസ്സിലെങ്കിയിട്ട് താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ പറയാറില്ലേ, ഖൽബ് ലംഘി ഹൃദയം ലംഘി ഈമാനോടെ മരിക്കണമെന്ന്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 2 രൂപം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പക്ഷേ നന്മയുടെ രൂപം പ്രത്യക്ഷപ്പെടുന്ന ആൾക്ക് സന്തോഷത്തോടെ വിട പറയാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി വഫാത്താകുന്ന സമയത്ത് തങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം തബറാനി തങ്ങൾ അവിടുത്തെ ജാമിഉൽ കബീറിൽ കൊണ്ടുവന്ന ഹദീസാണ്. സൽമാനുൽ ഫാരിസി തങ്ങൾ പറയുന്നു, ഞങ്ങൾ
ഞങ്ങളും തങ്ങളോടൊപ്പമുണ്ട്. അൻസാരിയായ സഹാബി മരണത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നു. തങ്ങൾ ചോദിച്ചു, മാ തജിദു, എന്താണ് നിന്റെ അനുഭവം? സഹാബി പറഞ്ഞു, അജിദുനി ബിഖൈർ, നബിയെ എനിക്ക് നല്ലതാണ് മനസ്സിലാകുന്നത്. രണ്ട് ആളുകൾ, രണ്ട് രൂപം എന്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട്. വഖദ് ഹളറനി ഇത്നാനി അഹദുഹുമാ അസ്വദു വൽ ആഖറു അബിയദു, വെളുത്ത നിറത്തിലുള്ള ഒരാളും കറുത്ത രൂപത്തിലുള്ള ഒരാളും, രണ്ടാൾ എന്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയ്യുഹുമാ അഖറബു മിൻകാ, കറുത്ത ആളും വെളുത്ത ആളും ആരാണ് നിന്നിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? ഖാല അൽ അസ്വദു, കറുത്ത നിറത്തിലുള്ള ആളാണ് നബിയേ. നമ്മളൊക്കെ കാണാൻ പോകുന്ന രൂപങ്ങളാ. അപ്പൊ തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, കറുത്ത രൂപത്തിലുള്ള ആളാണോ അടുത്തുള്ളത്? ഇന്നൽ ഖൈറ ഖലീൽ വശർറ കസീർ, നന്മ കുറവാണ്, തിന്മ ധാരാളമുണ്ട്. കുറെ എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട്. ഇവിടെ വൈകിയാൽ ട്രെയിനും പോകും. വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. തങ്ങളിപ്പാപ്പ ദ്വാരം നമ്മുടെ സദസ്സ് അവസാനിപ്പിക്കും. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നന്മ കുറവാണ്, തിന്മ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് മുന്നിൽ ഈ കാഴ്ച കാണുന്നത്. വെളുത്ത ആളല്ല അടുത്ത് നിൽക്കുന്നത്, കറുത്ത ആളാണ്. അപ്പൊ ആ സ്വഹാബി ഇത് കേട്ടപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നന്മയിലായിട്ട് നല്ല രൂപത്തിലായിട്ട് മരിക്കണം, അതിന് തങ്ങളൊന്ന് ദ്വാരക്കണം നബിയേ. ഒരൊറ്റ ദുആ കൊണ്ട് നബിയെ, അവസാന ഘട്ടമാണ്, എനിക്ക് സുഖം തരണം, സന്തോഷത്തോടെ എനിക്ക് പിരിഞ്ഞു പോകണം. അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിരിൽ കസീറ വൻമിൽ ഖലീൽ, ധാരാളമുള്ളത് നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാ, കുറച്ചുള്ളത് നീ വികസിപ്പിച്ചു കൊടുക്കണേ അല്ലാ, കുറഞ്ഞതല്ലേ ഖൈർ, അത് നീ വളർത്തി കൊടുക്കണം, തിന്മയല്ലേ കൂടുതലുള്ളത് മാപ്പാക്കി കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് കാഴ്ച? നബിയെ, ഞാനിപ്പോ ഖൈറാണ് കാണുന്നത്, നന്മങ്ങനെ വളർന്നു വരുന്നു, തിന്മങ്ങനെ തേഞ്ഞുമാഞ്ഞു പോകുന്നു. ആ കറുത്ത രൂപം പിറകോട്ട് പോയി നബിയേ, ഇപ്പൊ വെളുത്ത രൂപം മാത്രമാണ് എന്റെ മുന്നിലുള്ളത്. ചോദിച്ചു, അയ്യോ അമലിക അമലുക ബികാ, ദുനിയാവിൽ നീ ചെയ്ത ഏറ്റവും പ്രതീക്ഷയുള്ള അമല് ഏതാണ് സ്വഹാബി? സ്വഹാബി പറഞ്ഞു, കുന്തു അസ്ഖിൽ മാ, പലർക്കും ഞാൻ വെള്ളം കുടിപ്പിക്കാറുണ്ട്, കുടിക്കാനുള്ള ദാഹജലം ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മയും തിന്മയും മുഖാമുഖം കാണുന്നൊരു നേരമാണ്. നന്മ കൂടുതലായി വികസിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് വന്നാൽ റാഹത്തോടെ ഈമാനോടെ പിരിയാം. നന്മയുടെ മുഖങ്ങൾ കെട്ടുപോയിട്ട് തിന്മ മാത്രം വികസിച്ച് വന്നാലോ ഈമാൻ കിട്ടാതെ മരിച്ചു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖൈറായ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, വിഷമത്തോടെ കഴിയുന്ന പലരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി, സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നിലക്കും നേതൃത്വം നൽകിയവർ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്ത് നല്ല നിലക്ക് മൂത്തായി പോകാൻ റബ്ബ് തആല നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, സാദാത്തുക്കൾ, എല്ലാവർക്കും ഉമറാക്കൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെയും നൂറുൽ ഉലമയുടെയും മറ്റു മഹാന്മാരുടെയും ദറജകൾ അല്ലാഹു ഉത്തരോത്തരം ഉയർത്തി കൊടുക്കട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ കൊണ്ട് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.